ഇന്ന് കേരളത്തെക്കുറിച്ചുള്ള ഒരു കഥ പറയാം. വെറും കഥയല്ല, നടന്ന സംഭവമാണ്, ചരിത്രമാണ്. ഈ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണണം, കേൾക്കണം. നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയില്ല എന്ന് തോന്നാവുന്ന യാഥാർത്ഥ്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നതും അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. 2014 ഈ സംഭവം നടക്കുന്നത്. കേരളത്തെക്കുറിച്ചും കേരളത്തിലെ ചീനമലകളെയും ചീനച്ചട്ടിയെയും ഒക്കെ പറ്റി കേട്ട് കേരളത്തെക്കുറിച്ച് വളരെയധികം താല്പര്യം വന്ന ഒരു ചൈനീസ് സഞ്ചാരി പറഞ്ഞ അയാളുടെ അനുഭവമാണ് ഇത്. അദ്ദേഹത്തിന്റെ പേര് ചൗ മെയിൻസ്റ്റർ എന്നാണ്. കൊച്ചിയിലിറങ്ങി ചീനമലകളൊക്കെ കണ്ട് അങ്ങനെ ഗ്രാമീണ തനിമയുള്ള ഇടുങ്ങിയ റോഡുകളിലൂടെയൊക്കെ കറങ്ങി നടക്കുന്നതിനിടെ കണ്ട ചില കാഴ്ചകൾ ചൗവിനെ ഞെട്ടിച്ചു. ലോകത്തെവിടെയും അദ്ദേഹം അങ്ങനെ ഒരു കാര്യം എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് ഇക്കാര്യങ്ങൾ അദ്ദേഹം നോട്ട് ചെയ്തത്. അങ്ങനെ ഒരു ഗ്രാമീണ തനിമയുള്ള ഒരു റോഡിലൂടെ നടക്കുമ്പോൾ പെട്ടെന്നൊരു BMW കാർ അദ്ദേഹത്തിന്റെ സൈഡിൽ വന്നു നിന്നു. ആ കാറിന്റെ പിന്നിലെ കണ്ണാടി ഗ്ലാസ്സിൽ ഒരാളുടെ ചിത്രം പതിച്ചിരുന്നു. അത് ആരുടേതാണെന്ന് ചൗവിന് മനസ്സിലായില്ല. എന്തായാലും ചൈനയ്ക്ക് മാവോസെ തുങ് പോലെ കേരളത്തിലെ ഏതോ പ്രധാനപ്പെട്ട ഒരാളാണെന്ന് മാത്രം നമ്മുടെ ചൗവിന് മനസ്സിലായി. റോഡിന് വീതി കുറവായത് കൊണ്ട് തന്നെ ചൗവിന് അവിടെ നിൽക്കേണ്ടി വന്നു. ഈ കാറിൽ നിന്നും ഇറങ്ങിയ ഒരു യുവതി അവിടെ ഉണ്ടായിരുന്ന ആ സൈഡിലെ വേലിയുടെ മുകളിലൂടെ അവിടെയുള്ള ഒരു വീട്ടിലേക്ക് എന്തോ വിളിച്ചു ചോദിച്ചു. അവിടെ നിന്ന് ഇറങ്ങി വന്ന ഗർഭിണിയായ ഒരു യുവതി ഇവരുടെ ചോദ്യങ്ങൾക്ക് മറുപടിയും നൽകുന്നുണ്ടായിരുന്നു. നമ്മുടെ ചൗവിന് മലയാളം അറിയാത്തത് കൊണ്ട് തന്നെ ഇവർ എന്താണ് പരസ്പരം സംസാരിച്ചത് എന്നത് കക്ഷിക്ക് പിടികിട്ടിയില്ല. എന്തായാലും യുവതി BMW തന്നെ കയറി നേരെ മുന്നോട്ട് ഓടിച്ചുപോയി. കാർ പോയതോടെ റോഡിൽ നടക്കാൻ സ്ഥലം കിട്ടിയ ചൗ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്ന് മുന്നോട്ട് പോയി. പെട്ടെന്ന് വിശപ്പ് വന്നു. ഭക്ഷണം കഴിക്കാനായി ഒരു റെസ്റ്റോറന്റ് നോക്കി നടന്നപ്പോഴാണ് ഒരു ബിരിയാണിക്ക് കിട്ടുന്ന ഒരു കട ചൗവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അവിടേക്ക് കയറാൻ അയാൾ തീരുമാനിച്ചു. അപ്പോൾ ആ കടയുടെ മുന്നിൽ നേരത്തെ കണ്ട BMW കിടപ്പുണ്ടായിരുന്നു. എന്തായാലും ബിരിയാണി കഴിച്ചു കളയാം എന്ന് കരുതി കക്ഷി റെസ്റ്റോറന്റിൽ കയറി. അവിടെ സപ്ലയറായി നിൽക്കുന്നത് കട മുതലാളി തന്നെ, പ്രവാസിയായിരുന്ന ഒരു ഗോപൻ. കക്ഷി നേരത്തെ ഒരു ചൈനീസ് കമ്പനിയിൽ മാനേജറായി ജോലിയൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൗവുമായി മന്ദാരിൻ ഭാഷയിൽ തന്നെ സംസാരിച്ചു. നല്ല ബീഫ് ബിരിയാണി തന്നെ ഓർഡർ ചെയ്തു. അപ്പോൾ അവിടെ നേരത്തെ ആ BMW വന്ന യുവതിയും അവിടെ ഇരുന്ന് ബിരിയാണി കഴിക്കുന്നുണ്ടായിരുന്നു. അത് നമ്മുടെ ചൗവിന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ബിരിയാണി കഴിച്ചു കഴിഞ്ഞ് യുവതി നേരെ കാഷ്യറുടെ അടുത്തേക്ക് പോയി. ക്യാഷ് ഇരിക്കുന്നത് നമ്മുടെ ഗോപന്റെ മകനാണ്. കാശ് കൊടുക്കുന്നതിന് പകരം യുവതി ക്യാഷ് കൗണ്ടറിന് മുന്നിൽ അറ്റൻഷനായി നിന്ന് ഒന്ന് തല കുനിച്ചു കാണിച്ചു. കാഷ്യർ ആണെങ്കിൽ ചാടി എഴുന്നേറ്റ് തിരിച്ചും തല കുനിച്ചു കാണിച്ചു. ചൈനയിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് ബഹുമാനം പ്രകടിപ്പിക്കാനാണല്ലോ. അപ്പോൾ ഇത് എന്താണ് ഇവിടെ നടക്കുന്നത്? ആരാണ് ആ യുവതി എന്നൊക്കെ അറിയാനായി നമ്മുടെ ചൗവിന് ഒരു കൗതുകം തോന്നി. എന്തായാലും ഭാഷ അറിയാവുന്ന ഗോപൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഗോപനോട് ചൗ കാര്യം തിരക്കി. ഗോപൻ പറഞ്ഞ കാര്യം കേട്ട് ചൗവിന് ഞെട്ടലുണ്ടായി. ചങ്കിലെ ചൈന എന്നൊക്കെ വിളിക്കുന്ന ചൗവിന്റെ രാജ്യത്ത് പോലും അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. ഗോപൻ ചൗവിനോട് പറഞ്ഞു, ആ BMW കാറിൽ വന്നിറങ്ങിയ യുവതി ആ പ്രദേശത്തെ ആശാ വർക്കർ ആയിരുന്നു എന്ന്. അവർക്ക് സർക്കാർ കൊടുക്കുന്നത് ഉയർന്ന റെസ്പെക്റ്റ് ആണെന്ന് ഗോപൻ വിശദീകരിച്ചു. വഴിയിൽ അവർ കാർ നിർത്തിയത് ആ ഗർഭിണിയുടെ ക്ഷേമം അന്വേഷിക്കാനാണെന്ന് ചൗവിന് മനസ്സിലായി. നിങ്ങളും അവരെ റെസ്പെക്ട് ചെയ്യുന്നു അല്ലേ? ബിരിയാണിക്ക് കാശ് വാങ്ങാതിരുന്നത് താൻ നോട്ട് ചെയ്തെന്ന് ചൗ ഗോപനോട് പറഞ്ഞു. ഹേയ്, അതങ്ങനെയല്ലെന്ന് ഗോപൻ വിശദീകരിച്ചു. ബിരിയാണി കഴിച്ചതിന് പകരമായി അവർ കാഷ്യർക്ക് കൊടുത്തത് സർക്കാർ നൽകുന്ന റെസ്പെക്റ്റ് ആയിരുന്നു. എന്നാൽ അവർ ആവശ്യത്തിലും അധികം, അതായത് ഒരു ബിരിയാണിക്ക് ആവശ്യമായതിലും അധികം റെസ്പെക്ട് തന്നതുകൊണ്ട് ബാലൻസ് റെസ്പെക്ട് തിരിച്ചു കൊടുക്കാനാണ് കാഷ്യർ എഴുന്നേറ്റ് നിന്ന് തല കുനിച്ചു കാണിച്ചത് എന്നാണ് ഗോപൻ പറഞ്ഞത്. ഇത് കേട്ട് നമ്മുടെ ചൗവിന് കിളി പോയി. ബാർട്ടർ സിസ്റ്റത്തെ കുറിച്ചൊക്കെ ഈ ചൗ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ ഒരു റെസ്പെക്ട് സിസ്റ്റം നടപ്പിലാക്കിയ ഭരണാധികാരി ആരാണ്? ചൗ നമ്മുടെ ഗോപനോട് ആകാംക്ഷയോടെ തിരക്കി. ഗോപൻ അഭിമാനത്തോടെ പറഞ്ഞു, അത് നമ്മുടെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറാണ്. സർക്കാർ നൽകുന്ന ആ റെസ്പെക്ട് കൊടുത്താണ് അവർ BMW കാർ വാങ്ങിയത്. ആ കാറിന്റെ പിറകിൽ ഒരു ചിത്രം കണ്ടില്ലേ? അത് നമ്മുടെ ചാണ്ടി സാറിന്റെ ചിത്രമാണ്. ഗോപൻ വിവരിച്ച അതേ അഭിമാനത്തോടെ ആവേശത്തോടെ ചൗ ഇക്കാര്യം ചൈനയിൽ പോയി പല വേദികളിലും വിശദീകരിച്ചിട്ടുണ്ട്. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഇത് വിശ്വസിക്കാൻ അല്പം പ്രയാസം തോന്നുന്നില്ലേ?
ഇത് വിശ്വസിക്കാൻ പറ്റിയില്ലെങ്കിൽ ഇനി കാണാൻ പോകുന്ന കാര്യം നിങ്ങൾക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റില്ല. എന്തായാലും അതൊന്ന് കണ്ടു നോക്കൂ. ഈ ഗവൺമെൻറ് എന്തോ ഒരു ബെല്ലും ബ്രേക്കും ഒന്നുമില്ലാതെ തലതിരിഞ്ഞ നയമായിട്ടാണ് പോകുന്നത്. ആശാ വർക്കർമാരുടെ കാര്യം ഉമ്മൻചാണ്ടി ഗവൺമെൻറ്റിൻ്റെ കാലത്തായിരുന്നു എങ്കിൽ അവർക്ക് കൊടുത്ത ഏറ്റവും വലിയ പാരിതോഷികം എന്ന് പറയുന്നത് അവർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. ആശാ വർക്കർമാർക്ക് കൊടുത്ത റെസ്പെക്റ്റാണ്. അവരെടുക്കുന്ന ജോലി, അവർ ചെയ്യുന്ന സേവനം വോളണ്ടറി ആയിട്ട് അവർ ഒരു സമയക്രമവും അത് ശടിക്കാതെ, അവരുടെ സ്വന്തം കാര്യം നോക്കാതെ, അവരുടെ കുഞ്ഞുങ്ങളുടെയും കുട്ടികളുടെയും കാര്യം നോക്കാതെ അങ്ങനെ നടക്കുന്ന ആശമാർക്ക് ആ പദവി കൊടുക്കുകയും റെസ്പെക്റ്റ് കൊടുക്കുകയും ചെയ്ത ആ കാലം അതായിരുന്നു ഉമ്മൻചാണ്ടി ഗവൺമെന്റ്. നിലവിൽ ഒട്ടും റെസ്പെക്ട് ലഭിക്കാതെ ജീവിക്കാൻ വകയില്ലാതെ നമ്മുടെ ആശാ വർക്കർമാർ സമരത്തിലാണ്. ഈ ഘട്ടത്തിൽ ചൗ വീണ്ടും കേരളം സന്ദർശിക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. റെസ്പെക്ട് കിട്ടാതെ സമരം ചെയ്യുന്ന ആശമാർ മുതൽ BMW കാറിന് കഷ്ടിച്ച് കടന്നു പോകാവുന്ന ഗ്രാമീണ റോഡുകൾ അതിന്റെ ഗ്രാമീണ ഭംഗിയും തനിമയും നഷ്ടപ്പെടുത്തി വീതി കൂട്ടി ടാർ ചെയ്ത് അലങ്കോലമാക്കിയ കാഴ്ചകൾ വരെയാവും നമ്മുടെ ചൗവിനെ കാത്തിരിക്കുന്നത്. ഇനി ഇവിടെ വന്നാൽ ചൗവിന് തിരികെ പോയി അഭിമാനത്തോടെ പറയാൻ ഒരു കാര്യവും ഉണ്ടാവില്ല എന്നത് 100% ഉറപ്പാണ്. അവിശ്വസനീയമായ ഇത്തരം കാര്യങ്ങൾ നടപ്പാക്കാൻ നമ്മുടെ ചാണ്ടി സാർ ഇല്ലെങ്കിലും കുഞ്ഞാലിക്കുട്ടി സാഹിബിനെങ്കിലും സാധിക്കുന്ന ഒരു കാലം വരട്ടെ എന്ന് പ്രത്യാശിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ വീഡിയോ സംബന്ധിച്ച നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. വാർത്താ നെക്സ്റ്റിന്റെ എല്ലാ വീഡിയോയും മറക്കാതെ കാണാൻ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ.